ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. ഞാൻ കമറുന്നീസ. കമറൂസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. ഇപ്പോൾ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ. കുറേ ദിവസമായി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് കുറച്ചധികം തന്നെ നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കണ്ടോ. കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്താ പറയുക, ഇന്നലെ രാത്രി അരി വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വൈകുന്നേരമൊക്കെ ഇടണമെന്ന് വിചാരിച്ച് പെട്ടെന്ന് മറന്നു പോയിട്ടുണ്ട്. ഇന്ന് റവ ഉപ്പുമാവാണ്. അതിന് വേണ്ടി നമ്മൾ വിറകടുപ്പിലാട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി കിട്ടാനാണ്. ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ, എണ്ണ പിടിച്ച ചട്ടിയാണല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിൻ്റെ ഇല ഇട്ട് സവാളയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എണ്ണയിൽ നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തും അതും ഒന്ന് വറുത്തതിന് ശേഷം അതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായി വറുത്തെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മളെ ഉപ്പുമാവ് റെഡി ആവും കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് വേണം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അങ്ങനെ അതൊക്കെ ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് മതി കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അടുക്കളയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുക പറഞ്ഞാൽ നമുക്കൊരു ത്രില്ലാണല്ലേ. പെട്ടെന്ന് സമയം ലാഭിക്കാൻ പറ്റിയതാണല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പം അതിലേക്ക് കറി വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കണില്ല. അങ്ങനെ നമ്മൾ മീൻ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീനൊക്കെ അടിപൊളി മീനൊക്കെ കാണുന്നുണ്ട്. ഇന്നലെ നമ്മൾ കുറച്ച് ചെമ്മീൻ വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ന് അയിലയും കുറച്ച് മത്തിയാണ് വാങ്ങിയത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോവല്ലേ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ മീനൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ ചെമ്മീനും ഒക്കെ ഒരുപാട് സമയം എടുത്തു കേട്ടോ അതൊക്കെ ഒന്ന് ശരിയായി കിട്ടാൻ. കുട്ടികളെല്ലാം ചേർന്നപ്പോൾ അത് പെട്ടെന്ന് ശരിയായിട്ടുണ്ട്. അങ്ങനെ മീനൊക്കെ ശരിയാക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. എന്നിട്ട് കഴുകിയിട്ടാണ് നമ്മൾ പാചകം ചെയ്യുന്നത്. കറിയിലേക്ക് വേണ്ടി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി ചതച്ചെടുത്തു കേട്ടോ. അതിൻ്റെ കുറച്ച് നീര് മാത്രം എടുത്തിട്ട് നമ്മൾ അയില മസാലയാക്കുകയാണ്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ വലിയ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മസാല ചേർന്ന് അടി പിടിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി അതിൻ്റെ നീര് മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ കറിയിലേക്ക് എടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ചെമ്മീനൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ എണ്ണയിലേക്ക് തന്നെ നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് നന്നായി വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ. ആ എണ്ണയിലേക്ക് തന്നെ നല്ലൊരു മണമായിരിക്കും കേട്ടോ. ചെമ്മീൻ പൊരിച്ചതിന് ശേഷം ആ എണ്ണയിലേക്ക് തന്നെ ഇട്ടിട്ടാണ് നമ്മളെല്ലാതും വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായി ഒന്ന് വറുത്തതിന് ശേഷം വഴറ്റിയതിന് ശേഷം നല്ല മണം വരണം കേട്ടോ. പച്ചമണമൊക്കെ നന്നായി പോയതിന് ശേഷം അതിലേക്ക് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കണം. അതൊക്കെ നമ്മൾ സ്റ്റൗമ്മ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ അടുപ്പത്ത് വിറകടുപ്പിൽ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളിയും ഒഴിച്ചിട്ട് നമ്മളെ കറി പെട്ടെന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നന്നായി വെന്തതിന് ശേഷം നമ്മളെ മസാലയൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് മത്തി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അന്ന് മത്തിക്കറിയാണ്. കുറേ ദിവസമായി മത്തിക്കറി കഴിച്ചിട്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ചെമ്മീൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഉപ്പും എരിവും ഒക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട്
പരിപ്പൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് മുരിങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങയും ചീരയും എന്താ പറയുക, ചുവന്ന ചീര ഉണ്ട്, പൊന്നാങ്കണ്ണി ചീര ഉണ്ട്, എല്ലാം കൂടി അടിപൊളിയായിട്ടൊരു മുരിങ്ങക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ ജീരകവും തേങ്ങയും ചെറിയ ഉള്ളിയും കൂടി അരച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് വറുത്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെന്തതിന് ശേഷം. അപ്പോൾ നല്ല ടേസ്റ്റും കൂടി ആയിരിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.